സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. രാജ്യത്തിതാദ്യമായി ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലായിരിക്കുന്നു. സുപ്രീം കോടതിയിലെ നാടകീയ നീക്കങ്ങൾക്ക് ശേഷം റോസ് അവന്യൂ വിചാരണ കോടതിയിൽ നടന്നത് 3.25 മണിക്കൂർ നീണ്ട വാദപ്രതിവാദമാണ്. കേജ്രിവാൾ ED കസ്റ്റഡിയിലേക്കോ അതോ പുറത്തേക്കോ അറിയാൻ ഇനിയുമുണ്ട് താമസം. രാജ്യതലസ്ഥാനത്തും പുറത്തുമായി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തെരുവിലായിരുന്നു ഇന്ന്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന ആശങ്കയിൽ ഇന്ത്യ സഖ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും കണ്ടു. ഇനി ആപ്പിന് മുന്നിലെന്ത്, ഇന്ത്യ മുന്നണിക്ക് മുന്നിലെന്ത്? ഇന്ന് എല്ലാ വിഭാഗത്തിന്റെയും എല്ലാ ഭാഗത്തുനിന്നുമുള്ള പ്രതികരണങ്ങൾ വേണ്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ അതിഥികൾ കൂടുതലായുണ്ട്. 6 പേരുണ്ട്. എല്ലാവരും ചുരുങ്ങിയ സമയത്തിൽ അഭിപ്രായങ്ങൾ വേഗത്തിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. CPM-ൽ നിന്നും CPM MP ഡോക്ടർ V ശിവദാസനാണ്. കോൺഗ്രസിൽ നിന്നും നേതാവ് M ലിജു ആണ്. CMP നേതാവ് CP ജോൺ, BJP പ്രതിനിധി PR ശിവശങ്കർ, ആപ്പിന്റെ പ്രതിനിധിയായി പത്മനാഭൻ ഭാസ്കരൻ, സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനും. അത് ഞാൻ പത്മനാഭൻ ഭാസ്കരനിലേക്ക് പോവുകയാണ്. ശ്രീ പത്മനാഭൻ ഭാസ്കരൻ, നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് ഡൽഹി മുഖ്യമന്ത്രി ജയിലിലേക്കാണോ അതോ ED കസ്റ്റഡിയിലേക്കാണോ അതോ പുറത്തേക്കാണോ എന്നറിയാൻ ഇനിയും താമസമുള്ള ഒരു സാഹചര്യമാണ്. കോടതിയിൽ രാവിലെ മുതൽ ഈ കാര്യത്തിലൊരു തീരുമാനം പ്രതീക്ഷിച്ചുള്ള മണിക്കൂറുകൾ ഇപ്പോൾ നീണ്ട് ഈ ഘട്ടത്തിലെത്തി നിൽക്കുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ആദ്യ പ്രതികരണം? ഹലോ, കേട്ടില്ലായിരുന്നു ലാസ്റ്റ്. ശ്രീ പത്മനാഭൻ ഭാസ്കരൻ, ഇപ്പോൾ കേജ്രിവാളിന്റെ ഭാവിയിൽ ഇപ്പോഴും തീരുമാനം നീളുകയാണ്. എന്താണ് ഇനി ആപ്പിന്റെ ഭാവി? തീർച്ചയായും ഇത് ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഒന്ന്, ജനാധിപത്യത്തിന്റെ ദംശനം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഇന്ന് അതിന്റെ ഒരു പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. ചരിത്രത്തിൽ അത് എമർജൻസിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു സിറ്റിംഗ് മിനിസ്റ്ററെ അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്ററെ ഒരിക്കലും ചെയ്തിട്ടില്ല. സിറ്റിംഗ് മിനിസ്റ്ററെ പോലും എമർജൻസി കാലത്താണ് ജോർജ് ഫെർണാണ്ടസിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഇന്ത്യ മുന്നണി ഒന്നിച്ചു നിൽക്കുകയാണ്, ഒന്നിച്ച് പ്രതിഷേധിക്കുകയാണ്, ഓപ്പോസിഷൻ ഒന്നിച്ച് പ്രതിഷേധിക്കുകയാണ്. ഇത് ഒരു ചരിത്ര മുഹൂർത്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ആപ്പ് ഞാനും കേജ്രിവാൾ, മേ ബി കേജ്രിവാൾ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് നമ്മുടെ എല്ലാവരും വളണ്ടിയർമാർ എല്ലാവരും അവിടെ പ്രതിഷേധത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് തന്നെയായിരിക്കും നമ്മുടെ സ്ട്രാറ്റജി. ഈ പറഞ്ഞ പോലെ നിയമപരമായും രാഷ്ട്രീയപരമായും നമുക്കിത് നേരിട്ടേ പറ്റൂ. കാരണം ജനാധിപത്യം എനിക്കും സ്മൃതിക്കും മാത്രമുള്ള ഒരു കാര്യമല്ല. ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ആളുകൾ ഇന്ന് ഇവിടെ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അത് മനസ്സിലാക്കാതെ കുറെ ആളുകൾ അവരവരുടെ ആവശ്യത്തിന് മാത്രമായിട്ട് ഇവിടെ എന്താ പറയാ, താനാശാഹി എന്ന് പറയില്ലേ, അതായത് തടിമിടുക്കുകൊണ്ട് എന്തും നേടിയെടുക്കുക എന്നുള്ള ഒരു ധാർഷ്ട്യത്തിന്റെ ഒരു ഏറ്റവും ഉച്ചസ്ഥായിലുള്ള അവസാനത്തെ ആണിക്കലാണ് നമ്മൾ കണ്ടത്. എന്തായാലും ദിസ് ഇസ് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് ഓഫ് BJP. ശരി, തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ പ്രതിഫലിക്കുമെന്ന് അറിയേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, നിയമപരമായ ചില കാര്യങ്ങൾ ആദ്യം അറിയേണ്ടതുണ്ട്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിലേക്കാണ് ആദ്യം ആപ്പ് പോയത്. വിചാരണ കോടതി എന്തായാലും ഉച്ചയ്ക്ക് അത് പരിഗണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ ഹർജി പിൻവലിക്കുന്നു. നേരത്തെ ഹേമന്ത് സോറന്റെയും പിന്നീട് കവിതയുടെയും വിധി പോലെ തന്നെ ഒരു വിധിയാകുമെന്നുള്ള ആശങ്കയിൽ ആ ഹർജി പിൻവലിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒരേ ബെഞ്ചാണ് ഈ 2 പേരുടെയും ഹർജികൾ പരിഗണിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു ബെഞ്ചിനെ പേടിച്ചുകൊണ്ട് ഹർജി പിൻവലിക്കുന്ന സാഹചര്യം, അത് പരസ്യമായി പറയുന്നൊരു സാഹചര്യം ആദ്യം കേൾക്കുകയാണ്. അല്ല, അത് 3 അംഗ ബെഞ്ചിലേക്ക് വെച്ചിരിക്കുന്നത് നേരത്തെ ഉള്ള ഒരു 2 അംഗ ബെഞ്ചിന്റെ വിധി അത് പുനഃപരിശോധിക്കാനായിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബെഞ്ചാണ്. ആ ബെഞ്ചില് PMLA-യുടെ വളരെ വിപുലമായിട്ടുള്ള അവകാശങ്ങൾ, അതിനകത്തുള്ള ഗവൺമെന്റിനുള്ള അധികാരങ്ങൾ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ള അധികാരങ്ങളൊക്കെ വളരെ വിപുലമായിട്ട് നിർവഹിച്ചിരുന്നു. അതിനെ ഒന്ന് പുനഃപരിഗണിക്കാനായിട്ട് 3 അംഗ ബെഞ്ചിലേക്ക് അയച്ചിരുന്നു. ആ ബെഞ്ചാണ് കവിതയുടെ കേസ് കേട്ടിട്ട് ഇന്ന് രാവിലെ അതിന് വിധി പറഞ്ഞു, നിങ്ങൾ ജാമ്യത്തിന് വേണ്ടിയിട്ട് ട്രയൽ കോടതി തന്നെ പോകണം എന്ന് പറഞ്ഞിരുന്നു. ആ ബെഞ്ചിലേക്ക് തന്നെ മെൻഷൻ ചെയ്യാനാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് രാവിലെ അഭിഷേക് സിംഗ്വിയുടെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു മെസ്സേജ് കിട്ടിക്കാണും, കവിതയ്ക്ക് കിട്ടാത്ത ഒരു ബെയില് സുപ്രീം കോടതിയിൽ നിന്ന് ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന് കിട്ടില്ല എന്ന്. കാരണം ഇതിനകത്ത്
ചോദ്യം ചെയ്തപ്പോൾ കവിതയും അതിനെ കേജ്രിവാള് സനീവ് മഹേന്ദ്ര എന്ന് പറയുന്ന ഒരാളുമായി സംസാരിച്ചതിന് തെളിവുണ്ടെന്നൊക്കെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഉള്ള ആം ആദ്മി പ്രതിനിധി പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ഒരു വളരെ വലിയ ശ്രമം ഇലക്ഷന് തൊട്ടു മുമ്പായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ പ്രതാപ് ഭാനുമേത്തയുടെ ഒരു ആർട്ടിക്കിൾ ഇപ്പോൾ 3 മണിക്കൂറായുള്ള അപ്ലോഡ് ചെയ്തിട്ട് അതിൽ പറയുന്നത് ഇന്ത്യ ഇപ്പോഴും ഒരു ഡെമോക്രസിയാണ് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒന്നാമത് ഈ നാഷണൽ പാർട്ടി എന്നുള്ള ഒരു സ്റ്റാറ്റസ് കിട്ടി വന്നതാണ് ആം ആദ്മി പാർട്ടിക്ക്. ഗോവയിൽ മത്സരിക്കുന്നു, പഞ്ചാബിൽ അധികാരം കിട്ടുന്നു. പിന്നെ BJPക്ക് ബാക്കിയുള്ള ഓപ്പോസിഷൻ പാർട്ടികളുടെ അടുത്ത് കാണിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്ന ചില ന്യൂനതകൾ ഇല്ലാത്ത ഒരു പുതിയ പാർട്ടി, പഴയ ബാഗേജ് ഒന്നും ഇല്ലാത്ത അഴിമതിക്കെതിരെ പറഞ്ഞു വന്ന ഒരു പാർട്ടി, പിന്നെ കളിയാക്കാൻ പറ്റാത്ത ഒരു സെക്യുലറിസം ആണെങ്കിലും എല്ലാവരോടും ഒരുപോലെയൊക്കെ നിന്നിരുന്ന, വളരെ കമ്മ്യൂണലായിട്ട് പീഡിപ്പിക്കാനൊന്നും പോകാതെ ഇതുവരെ പിടിച്ചു നിന്നിരുന്ന ഒരു മുഖ്യമന്ത്രി. അതുപോലെ ഡൽഹി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ പല പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചിരുന്നു. അതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായി. സുപ്രീം കോടതി വിധി മറികടക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരുന്നു. അപ്പോഴും കേജ്രിവാൾ അതിനെതിരെ ലീഗൽ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നടക്കുമ്പോൾ കേജ്രിവാളിന് ഒരു ഇമേജ് ഉണ്ട്, അത് നാഷണൽ ലെവലിൽ BJPക്ക് ഡാമേജിംഗ് ആയിട്ട് വരുമെന്ന് തോന്നിയപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് വളരെ ഡിസ്ക്രിഷണറി ആയിട്ടുള്ള, ഇത് നിയമപരമായിട്ട് പല പ്രാവശ്യം സമൻസ് കൊടുത്തു വന്നില്ല എന്നൊക്കെ പറയുമെങ്കിലും വാസ്തവത്തിൽ നടന്നത് ഒരു ഓപ്പോസിഷന്റെ ശബ്ദം ഇലക്ഷന് തൊട്ടു മുമ്പായിട്ട് ഇല്ലാതാക്കിയാണ്. ഇത്രയും നാൾ എന്തുകൊണ്ട് കാത്തിരുന്നു? ഈ സമയം കൃത്യമായിട്ട് ഈ സമയം തൊട്ടു മുമ്പ് എങ്ങനെ തെരഞ്ഞെടുത്തു? അതാണ് മനു അഭിഷേക് സിംഗ്വിയും ഇന്ന് വാദത്തിനിടെ കോടതിയിൽ പറഞ്ഞ കാര്യം. എന്തിനാ ഈ സമയം? നേരത്തെ കിട്ടിയ തെളിവുകൾക്കപ്പുറം എന്ത് പുതിയ തെളിവെന്ന ചോദ്യം ഉന്നയിക്കുന്നു. ഡോക്ടർ വി ശിവദാസൻ, എന്താണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഇനി ചെയ്യാൻ പോകുന്നത്? എന്താണ് പ്രതിപക്ഷത്തിന് മുന്നിലുള്ള വഴി എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ED ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഉന്നയിക്കാം, തെരുവിൽ സമരം ചെയ്യാം, മോദിയുടെ കോലം കത്തിക്കാം. അതിലപ്പുറം നിസ്സഹായാവസ്ഥയുണ്ടോ ഇന്ത്യ മുന്നണിക്ക്? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് മോദിയുടെ നേതൃത്വത്തിൽ RSSും BJPയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ജയിലിലടക്കുന്നു, തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ്. എന്താണ് ഇതിൻ്റെ കാരണം? അവർ പറയുന്നത് ഇദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ കൈക്കൂലിയായിട്ട് പണം വാങ്ങിയിട്ടുണ്ട് മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട്, മദ്യനയത്തിൻ്റെ നയവുമായി ബന്ധപ്പെട്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ പറഞ്ഞിരിക്കുന്ന കമ്പനി ഹൈദരാബാദ് കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു കമ്പനിയുടെ പേരാണല്ലോ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അരവിന്ദോ ഫാർമ ലിമിറ്റഡിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളാണ് P. ശരത് ചന്ദ്ര റെഡ്ഡി. അദ്ദേഹം ഇതിനകത്ത് മാപ്പ് സാക്ഷിയാക്കി മാറ്റപ്പെട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മൊഴി അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാണ് പറയുന്നത്, ഇപ്പോൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഇവിടെ ചോദ്യം എന്താണ്? ഇദ്ദേഹം മാപ്പ് സാക്ഷിയാവുന്നതിന് മുമ്പ് തന്നെ പണം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടിയുടെ പേര്, സംഭാവനയായി പണം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടിയുടെ പേര് BJP എന്നാണ്. ഇപ്പോൾ നാം ഇലക്ട്രൽ ബോണ്ടിൻ്റെ കണക്ക് വന്നപ്പോൾ ആ ഇലക്ട്രൽ ബോണ്ടിൽ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ തുക കൊടുത്തിട്ടുള്ളത് BJPക്കാണ്. മറ്റു ചില പാർട്ടികൾക്കും കൊടുത്തിട്ടുണ്ട്, BRSന് കൊടുത്തിട്ടുണ്ട്, TDPക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ തുക കൊടുത്തിട്ടുള്ള പാർട്ടിയുടെ പേര് BJP എന്നാണ്. ആ BJPയാണ് 2022 നവംബർ 15 അരബിന്ദോ ഫാർമ 5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുകയും അവയെല്ലാം 2022 നവംബർ 21 BJP എൻകാഷ് ചെയ്യുകയും ചെയ്തു. 2022 നവംബർ 11 മദ്യ അഴിമതി കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ P. ശരത് ചന്ദ്ര റെഡ്ഡിയെ അറസ്റ്റ് ചെയ്യുന്നത്. 2023 ജൂണിൽ ശരത് ചന്ദ്ര ഈ കേസിലെ മാപ്പുസാക്ഷിയായി മാറുകയാണ്. 2023 നവംബറിൽ അരബിന്ദോ ഫാർമ BJPക്ക് 25 കോടി രൂപ കൂടി നൽകുകയാണ്. അപ്പോൾ അരബിന്ദോ ഫാർമ കമ്പനി ആകെ കൊടുത്ത 52 കോടി രൂപയിൽ 35 കോടിയും കൊടുത്തിട്ടുള്ള BJPക്കാണ്. അത് പരസ്യമായി എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുകയാണ്. പരസ്യമായി ഇത് വെളിപ്പെടരുതെന്നും വെളിപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും BJPയുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യാം. ഇത് ആളറിയരുത് എന്നവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ആളുകളൊക്കെ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു ഇത്ര തുക BJPക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും മോദിയുടെ പാർട്ടിയുമല്ലേ? ഈ അഴിമതിക്ക് വേണ്ടിയല്ലേ അവർ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാകുക. അപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി BJPയുടെ പറയട്ടെ, ഒന്ന് പൂർത്തീകരിക്കട്ടെ. BJP നേതാക്കന്മാർ, BJPയിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ നടത്തിയ അഴിമതി അതൊരു വിഷയമല്ലാതായിത്തീരുന്നിരിക്കുന്ന രാജ്യമാണ്. ഹിമാന്തോ ബിശ്വാസിനെ ആലോചിച്ച് നോക്കുക. ഹിമാന്തോ ബിശ്വാസിനെതിരായിട്ട് 11 പേജുള്ള, ഇതൊന്ന്
11 പേജുള്ള ഒരു കുറ്റപത്രം തന്നെ അവർ സമർപ്പിച്ചു. അത് പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഴിമതികളെക്കുറിച്ച്. ഏതൊക്കെ അഴിമതിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ളത്? ശാരദ ചിറ്റ് ഫണ്ട് കേസുമായിട്ട് അദ്ദേഹത്തിന് ബന്ധം, ലൂറി ബർഗൻ സ്കാമിൽ, വാട്ടർ സ്കാമിൽ ഒക്കെ ഇദ്ദേഹം പെട്ടു. ഇതിൽ BJP തന്നെ പരസ്യമായി സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചു. അന്വേഷണങ്ങൾ വന്നു. ഇന്ന് ഇദ്ദേഹം പുണ്യാളനായിട്ട് BJPയുടെ ആസാമിലെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയെന്ന് BJP നേതാക്കന്മാർ തന്നെ പ്രസംഗിച്ചിട്ടുള്ള ആദർശ് ഫ്ലാറ്റ് കുംഭകോണം, ഇവിടെ അങ്ങയുടെ ഉൾപ്പെടെ മത്സരം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അശോക് ചവാൻ ഏത് പാർട്ടിയിലാണ്? എന്താ അശോക് ചവാനെതിരെ നടപടിയെടുക്കാത്തത്? ജനുവരി മാസത്തിൽ 2 വീടുകളിൽ ED റെയ്ഡ് നടത്തി. ED റെയ്ഡ് നടത്തിയിട്ടുള്ള തപസ് റോയ് എന്ന് പറയുന്ന തൃണമൂൽ നേതാവിൻ്റെ വീട്ടിലേക്കാണ്. 2 രവീന്ദ്ര വാൽക്കർ എന്ന് പറയുന്ന ശിവസേനയുടെ നേതാവിൻ്റെ വീട്ടിലാണ് ജനുവരിയിൽ റെയ്ഡ്. മാർച്ചിൽ ഇവർ രണ്ടുപേരും BJPയിലേക്ക് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങളാണ് മീഡിയ ഉപയോഗിച്ച് ആളുകളെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഒരു കൃത്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ B. ശിവദാസൻ, ഞാനൊന്ന് PR ശിവശങ്കറിലേക്ക് പോയ ശേഷം ബാക്കി അതിഥികളിലേക്ക് വരാം. ശ്രീ ശിവശങ്കർ, ഇപ്പോൾ ശിവദാസൻ പറഞ്ഞു കേട്ടല്ലോ, ആദ്യം ഒരാളെ സാക്ഷിയാക്കുക, അയാളിൽ നിന്ന് ആവശ്യമായ രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കുക, അത് ലഭിക്കുന്നില്ലെങ്കിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യുക, പിന്നീട് അവരെ മാപ്പ് സാക്ഷിയാക്കുക, തങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ പറയിപ്പിക്കുക. ഇതാണ് EDയുടെ രീതി. ഉദാഹരണ സഹിതം ഇപ്പോൾ ശിവദാസൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനിത് ഈ സ്ക്രീൻ കണ്ടപ്പോൾ ഇത് ഓൾ പാർട്ടി മീറ്റിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അവസാനം എന്നോട് ചോദിക്കുള്ളായിരിക്കും വിചാരിച്ചു. CP ജോൺ സാറിനോട് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നു. നിങ്ങളുടെ ഒരു നിലപാട് നമ്മൾക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റില്ലല്ലോ ശ്രീ PR ശിവശങ്കർ. നിങ്ങൾ മാത്രം മതി എന്ന നിലപാട്. അല്ല, അതുകൊണ്ടാണല്ലോ ഇത്രയും പേരെ വിളിച്ചിട്ട് ഞാനും വന്നിരുന്നത്. എനിക്കൊരു പ്രശ്നമില്ല എന്നല്ലേ ഞാൻ പറഞ്ഞേ. ഓക്കെ, പറഞ്ഞോളൂ, നമ്മുടെ സമയം കളയണ്ട. പിന്നെ ഇത് ഈ ഡോക്ടർ ശിവദാസന്റെ ഉത്തരത്തിലേക്ക് ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ സുപ്രീം കോടതി അഭിഭാഷകൻ എന്ന പേരിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ നേതാവിൻ്റെയും ആം ആദ്മിയുടെയും എല്ലാം കൂടി ഉത്തരം പറയണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ എല്ലാവർക്കും വേണ്ടി ഉത്തരം പറയാം, അല്ലാണ്ട് ഓരോരുത്തർക്കും വേണ്ടി മാത്രമായിട്ട് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അഭിപ്രായ ദൃഢത എന്നുള്ളത് രാഷ്ട്രീയക്കാരന് നിർബന്ധം വേണമില്ല എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ. പക്ഷേ അത് ഉണ്ടായാൽ, മിനിമം ഒരു പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അങ്ങനെ ഉണ്ടായാൽ, പൊതുവെ രാഷ്ട്രീയമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള ഇമേജ് ഒരു അല്പവും കൂടി കൂടും എന്ന് ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത്തരം രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഏതൊക്കെ കാലഘട്ടത്തിൽ ആരെല്ലാം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി മദ്യക്കേസിൽ ആരൊക്കെയാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്? കോൺഗ്രസിൻ്റെ എത്ര നേതാക്കൾ എത്ര പ്രാവശ്യം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്? അവസാനമായി ഗോവ തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ അജയ് മാക്കൻ കൃത്യമായി കണക്കുകൾ വെച്ചുകൊണ്ട് 100 കോടി രൂപ ശ്രീ കേജ്രിവാൾ കളക്ട് ചെയ്തുവെന്നും അതിൽ ഇത്ര കോടി കുഴൽപ്പണമായിട്ട് ഗോവയിലേക്ക് കടത്തിയെന്നും BJPയുടെ B ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുവരെ ആരോപണം ഉന്നയിച്ചു. ശരി, ശ്രീ ശിവശങ്കർ, അത് ഞാൻ ലിജുവിനോട് ചോദിക്കാം. അത് ലിജു പറയേണ്ട മറുപടിയാണല്ലോ, ലിജുവിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയമാണല്ലോ. ഇപ്പോൾ നിങ്ങളോടുള്ള ചോദ്യത്തിനുള്ള മറുപടി, BJPയോടുള്ള ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞാൽ നമുക്ക് വേഗത്തിൽ എല്ലാവരിലേക്കും പോകാമായിരുന്നു. അല്ല, ഇതിന് BJP എന്തിനാ ഉത്തരം പറഞ്ഞത്? ED തീരുമാനങ്ങൾ എടുക്കുന്നു, ED നടപടി എടുക്കുന്നു. ഇറ്റ് ഈസ് ഓൾ ഓഫ് ഒരു ഇൻവെസ്റ്റിഗേറ്ററുടെ ഡൊമൈനാണ്. നമ്മൾ എന്തിനാണ് അതിൽ കയറി ഇത്രയേറെ ഇടപെടുന്നത്? കോടതി തന്നെ പറഞ്ഞു, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഇന്റർഫിയർ ഇൻ ടു ദ ഡൊമൈൻ ഓഫ് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തത് EDക്കല്ലല്ലോ. ഇലക്ട്രൽ ബോണ്ട് ആർക്കാണ് കൊടുത്തത്? ഇലക്ട്രൽ ബോണ്ട് കൊടുത്തതിന് ശേഷം മാപ്പ് സാക്ഷിയാകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ആ തെളിവുകൾ ഇന്നലെ പുറത്തു വന്ന ദിവസം തന്നെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു കാര്യം ചർച്ച ചെയ്താൽ മതി, മറ്റേത് ചർച്ചയാകരുത് എന്നൊരു കൃത്യമായ ഉദ്ദേശമുണ്ടായിരുന്നു എന്നതാണ് ആരോപണം. അല്ല, നമുക്ക് ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ചർച്ച ചെയ്യാം. ഇലക്ട്രൽ ബോണ്ട് മേടിച്ചവരാരും മാപ്പ് സാക്ഷിയാവാൻ പാടില്ല എന്ന് പറഞ്ഞ് ശിവദാസൻ കോടതിയിലൊരു കേസ് കൊടുക്കട്ടെ. ആരെങ്കിലും ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട കമ്പനിയിലെ ആരും പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മാപ്പ് സാക്ഷിയാവാൻ പാടില്ല, അവന് സത്യം പറയാൻ പാടില്ല എന്നുള്ളതാണോ നിയമം? അങ്ങനെ നിയമം ഉണ്ടെങ്കിൽ അത് പറയാമല്ലോ. കോടതിയിൽ പറഞ്ഞാണല്ലോ. ബാക്കി എല്ലാ നിയമങ്ങളും ഇത് ശിവദാസൻ്റെ ഈ ആരോപണം കോടതിയിൽ സിംഗ്വി പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിന് ഉപദേശിക്കാവുന്നതാണ്. ഒരേ MP-മാരാണല്ലോ രണ്ടുപേരും. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ പറയട്ടെ. ഇതെല്ലാം പറയാൻ പറ്റാവുന്ന എല്ലാ നിയമങ്ങളും സിംഗ്വിയും എല്ലാം കവിതയ്ക്ക് വേണ്ടിയും പറഞ്ഞിരുന്നല്ലോ. സീനിയർ നേതാക്കളും പറയുകയും ചെയ്തു. എന്നിട്ടും ഹിമന്ത ബിശ്വാസിനെതിരായ കേസ് എന്തായി? അശോക് ചവാനെതിരായ കേസ് എന്തായി? ഞാൻ അത് പറയാം. അല്ല, എന്നോട് മാത്രമേ ചോദ്യങ്ങളുള്ളൂ അല്ലേ? സന്തോഷം. ചോദ്യത്തിന് മറുപടി കിട്ടിയെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവർക്ക് പോകായിരുന്നു. ഒറ്റ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്.
അല്ല, അത് സ്മൃതിക്ക് വിശ്വസിക്കാവുന്ന, സ്മൃതിക്ക് അംഗീകരിക്കാവുന്ന മറുപടി വേണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ എനിക്ക് ആദ്യം മറുപടി എഴുതി തന്നാൽ മതി. നിങ്ങൾ അഴിമതിക്കെതിരെ വലിയ നടപടിയെടുത്ത ദിവസമല്ലേ ഒരു വ്യക്തമായ ഒരു മറുപടി നൽകൂ ശ്രീ ശിവശങ്കർ. നിങ്ങൾ അഴിമതിയെ തുടച്ചു നീക്കാനുള്ള വലിയ നടപടിയിലേക്ക് കടന്ന ദിവസമല്ലേ? രാജ്യത്ത് ആദ്യമായ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കാൻ തീരുമാനിച്ച ദിവസമല്ലേ? അപ്പോൾ അതിനൊരു വ്യക്തമായ മറുപടി വേണ്ടേ? വ്യക്തമായ മറുപടി അണ്ണാ ഹസാരെ നൽകിയിട്ടുണ്ട് സ്മൃതി, എന്നോട് ചോദിക്കണ്ട. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഗുരു അണ്ണാ ഹസാരയുടെ മറുപടി നോക്കൂ. അത് അദ്ദേഹം പറഞ്ഞത് എന്താ? ബിക്കോസ് ഹിസ് ഡീഡ്സ് ഹാസ് ബീൻ ക്ലിയർ. അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രവർത്തികളാലാണ് അദ്ദേഹം ഇന്ന് ജയിലിലേക്ക് പോകുന്നത് എന്നുള്ള രീതിയിലാണ് അണ്ണാ ഹസാരെ ഉത്തരം ശരി, അണ്ണാ ഹസാരെയും കേജ്രിവാളും ഒക്കെ പിരിഞ്ഞിട്ട് കുറച്ചു കാലമായി. അണ്ണാ ഹസാരയുടെ മറുപടി ഏറ്റുപിടിക്കാനല്ലാതെ BJPക്ക് മറുപടി ഇല്ല എന്നാണ് ഞാൻ താങ്കളുടെ മറുപടി പ്രതീക്ഷിക്കുന്നത്. ഞാൻ തിരിച്ചെത്താം, നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ്. നമുക്ക് എല്ലാവരിലേക്കും പോകണമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 പ്രതിനിധികളുണ്ട്, എല്ലാവരുടെയും ശബ്ദം കേൾക്കേണ്ടതുണ്ട്. M. ലിജു ഉണ്ട്, CP ജോണിലേക്കും കൂടെ പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ M. ലിജു, ഇതിപ്പോൾ BJP ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഈ മദ്യനയ അഴിമതി കേസ് ആദ്യം ഉന്നയിച്ചത് കോൺഗ്രസ് ആണല്ലോ. അജയ് മാക്കന്റെ വാർത്താ സമ്മേളനമൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി രംഗത്ത് വരുന്നു, നിയമസഹായം വാഗ്ദാനം ചെയ്യുന്നു. എന്താണ് ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ കോൺഗ്രസ് പാർട്ടി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമുക്ക് ആ കേസുമായി ബന്ധപ്പെട്ട നാൾവഴികൾ പരിശോധിക്കുമ്പോൾ മനീഷ് സിസോഡിയക്കെതിരെ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നു. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് നടത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടിന് കൃത്യമായ ന്യായീകരണമുണ്ട്. കാരണം ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. പുതുതായി ഒരു തെളിവും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുമില്ല. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ഒരു വേളയിൽ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോഡിയ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. അരവിന്ദ് കെജ്രിവാൾ ആ സമയത്തൊക്കെ തന്നെ ജയിലിന് പുറത്തുമായിരുന്നു. അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയുമാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിനിടയിൽ അദ്ദേഹത്തിന് സാധ്യമാകുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിന് യാതൊരു സാങ്കത്യവുമില്ല. ഞങ്ങളതാണ് കോൺഗ്രസ് പാർട്ടി എടുപ്പിക്കുന്ന നിലപാട്. അതുപോലെ ആ അഴിമതി ആരോപണം വന്നുണ്ടായിരുന്നു. ആരോപണത്തിൽ കോൺഗ്രസ് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ തിടുക്കം പിടിച്ചടക്കുന്ന ഈ അറസ്റ്റ് എന്നത് ആ കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ടുള്ളതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് അതിനകത്തെ ലക്ഷ്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ അറസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്ന ഗ്രൗണ്ടുകൾ അദ്ദേഹത്തെ കസ്റ്റഡി വിടാൻ വേണം, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിയമപരമായി നിയമം നിൽക്കുന്നതല്ല എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ഈ കേസിൽ കാണുന്ന വിഷയം. പിന്നെ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. പഞ്ചാബിൽ മത്സരം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് തമ്മിലല്ലേ. ഡൽഹിയിലും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഞങ്ങൾ രാഷ്ട്രീയമായി തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഞങ്ങളോടൊപ്പം നിൽക്കുന്നവരായിക്കൊള്ളട്ടെ, ഞങ്ങളോടൊപ്പം എതിർപ്പ് നിൽക്കുന്നവരായിക്കൊള്ളട്ടെ, ജനാധിപത്യത്തെ നശിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢാലോചനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ, അത്തരം ഗൂഢാലോചനകൾ കണക്കെടുക്കുമ്പോൾ അത്തരം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് പൊതു താല്പര്യം, രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിനാണ് കോൺഗ്രസ് പ്രാധാന്യം കൊടുക്കുന്നത്. ശരി, ശ്രീ CP ജോൺ, ഇതിപ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരായ ഒരു നടപടി, കേജ്രിവാളിനെതിരായ ഒരു നടപടി എന്ന നിലയ്ക്കാണോ നിങ്ങൾ കാണുന്നത്? അതോ ഇന്ത്യ മുന്നണിയെ തകർക്കാനുള്ള വലിയ നീക്കമായിട്ട് തന്നെയാണോ? അങ്ങനെയുള്ള പ്രതികരണങ്ങൾ പല നേതാക്കളിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ ഇനി കേജ്രിവാൾ, ആദ്യം ഹേമന്ത് സോറൻ, അടുത്തത് കേജ്രിവാൾ, ഇനിയും പേരുകൾ നിൽക്കുന്നു എന്ന രൂപത്തിലാണോ കാണേണ്ടത്? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം നടന്നിരിക്കുന്ന അറസ്റ്റ്, അതിൽ മൗനാനുവാദം നൽകുകയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ കമ്മീഷനെ കണ്ട ശേഷം പ്രതിപക്ഷത്തിന് ബോധ്യമായത് എന്താണ്? ഇതിൽ നമ്മളിപ്പോൾ കാണുന്നത് ഈച്ച് ആൻഡ് എവരി ആക്റ്റ് അല്ല, ഇതിൻ്റെ ഇൻറ്റൻഷനാണ്. ഇപ്പോൾ കേജ്രിവാളിനെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ഉച്ചയ്ക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേന്നോ, തലേദിവസം അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ, അതൊന്നുമല്ല. ഇവിടുത്തെ പ്രശ്നം BJP വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇന്ത്യൻ ഡെമോക്രസിക്ക് നേരെ എടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് വളരെ ലളിതമാണ്. ഗവൺമെൻറ്റിൻ്റെ ഇൻഡിപെൻഡൻ്റായി പ്രവർത്തിച്ചിരുന്ന ഏജൻസികൾ, ഒന്ന് ED, IT, വലിയൊരു പരിധിവരെ CBI,
ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന് വലിയ എനോർമസ് അധികാരങ്ങളാണ്. ഇ ഡിക്ക് രാഷ്ട്രപതിയെ വരെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടെന്നാണ് നിയമപണ്ഡിതന്മാർ പറയുന്നത്, സബ്ജക്റ്റ് ടു കറക്ഷൻ. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റീസ് ഇൻ അവർ എന്താ പറയുക ബുക്ക് ഓഫ് ലോ, അതിനെ പൊളിറ്റിക്കൽ നീഡ്സിന് വേണ്ടിയിട്ട് ഏറ്റവും പരസ്യമായും ജുഗുപ്സാവകമായും ഉപയോഗിക്കുക എന്നുള്ളത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഇ ഡി വന്ന് പരിശോധിച്ച ആൾ പരിഭ്രാന്തനാവുന്നു, ഉടനെ അയാൾ ഇ ഡി എന്നുള്ളത് ഇ ബി ആക്കുന്നു, ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നു, പ്രശ്നം അവിടെ തീരുന്നു. മറ്റൊരു പ്രോസസ്സ് ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യം, ആദ്യം അയാൾ ഇ ഡി എടുത്തിട്ട് ഇ ബി എടുക്കുന്നു, അതായത് ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് എടുക്കുമ്പോൾ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാൾക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് സമ്മാനം കിട്ടുന്നത് പോലെ അയാൾക്ക് നല്ല നല്ല കോൺട്രാക്റ്റ് കിട്ടുന്നു. അപ്പോൾ ഇ ഡിക്കും ഇ ബിക്കും ഇടയിൽ ഒരു പെട്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ബിസിനസ് കമ്മ്യൂണിറ്റി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ഡിയെ ഉപയോഗിക്കുക, അതിനുശേഷം ആളുകളെ വരട്ടുക, അവരെ കൊണ്ട് ഇലക്ട്രൽ ബോണ്ട് എടുപ്പിക്കുക എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, രാഷ്ട്രീയ രംഗത്തേക്ക് വന്നാൽ ഇ ഡിയെ വിട്ട് പേടിപ്പിക്കുക. അങ്ങനെ പേടിപ്പിച്ചാൽ അവർ ഇലക്ട്രൽ ബോണ്ടൊന്നും എടുക്കണ്ട, അവർ ബി ജെ പിയിൽ ചേർന്നാൽ മതി. അതാണ് അവരുടെ ഇലക്ട്രൽ ബോണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടേജ് എന്ന് വേണമെങ്കിൽ പുതിയൊരു വാക്ക് ഉണ്ടാക്കിയിട്ട് പറയാം. അപ്പോൾ ഇ ഡി എന്നത് ഇവരുടെ ഒരു എന്താ പറയുക ഹണ്ടിങ് ഡോഗാണ്. ആദ്യം പട്ടിയെ വിട്ട് ഓടിപ്പിക്കുക, അല്ലെങ്കിൽ വേട്ടപ്പട്ടിയെ വിട്ട് ഓടിപ്പിക്കുക, അങ്ങനെ വേട്ടമൃഗത്തെ കണ്ടെത്തുക, പിടിക്കുക. ഇത് ചെയ്ത് ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷവും കാര്യങ്ങൾ മാറുകയാണ്. അവിടെയാണ് ഇന്നലത്തെ ആക്ട് കൂടുതൽ പ്രധാനമായി തീരുന്നത്. അപ്പോൾ ഇവിടെ ആക്ടിനേക്കാൾ പ്രധാനം ഇൻറ്റൻഷനാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും, ഇന്നലത്തെ ആക്ട് ഏറ്റവും പ്രധാനമായി തീരുന്നത് അത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷമുള്ള ആക്റ്റാണ്. അപ്പോൾ നമുക്കൊരു പേരറിയാലോ, മോഡൽ എന്താ പറയുക കോഡ് ഓഫ് കോണ്ടക്റ്റ്, അതായത് ഒരു മാതൃകാ രീതികൾ. ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്ന് പറയുന്നത് ദ ലാർജ് പെർസ്പെക്റ്റീവിൽ ഡെമോക്രസി സ്റ്റഡീസിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ്റെ ഒരു മാർഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഥമാണത്. അപ്പോൾ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, അതാണ് ഇലക്ഷൻ നടന്നിട്ട് കാര്യം. റഷ്യയിലും ഇലക്ഷൻ നടക്കുന്നുണ്ട്, പാകിസ്ഥാനിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്, അവിടെയൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ചിലപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇലക്ഷൻ എന്ന ഒരു കാര്യം നടക്കണ്ടോ എന്നുള്ളതില്ല, ഇസ് ഇറ്റ് ഫ്രീ ആൻഡ് ഫെയർ? അപ്പോൾ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ബൈ ആൻഡ് ലാർജ് നടക്കുന്ന ഒരു രാജ്യമായിട്ട് ആണ് ഇന്ത്യ കണക്കാക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഡെമോക്രസി സ്റ്റഡീസ് നോക്കുന്ന സമയത്ത് ശിവദാസനൊക്കെ കൂടുതൽ എന്നെക്കാൾ അറിയുണ്ടാവും, നമ്മൾ അത്ര വലിയ കേമപ്പെട്ട ഒരു പൊസിഷനിലൊന്നല്ല കുറേ കാലമായിട്ട് നമ്മളുണ്ടായിട്ടുള്ളത്. നമുക്കിപ്പോൾ എമർജൻസി നമ്മുടെ വളരെ ഒരു ചീത്ത അനുഭവമായിരുന്നു. നമ്മൾ റീബൗൺസ് ചെയ്തു, ഇന്ത്യൻ ഡെമോക്രസി റീബൗൺസ് ചെയ്തു. അങ്ങനെ റീബൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ കേമമായിട്ടുള്ള ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനാണ് ഇന്ത്യയിൽ നടക്കുന്നത് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും താരതമ്യേന നമ്മൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യപ്പെട്ടാൽ ഇത്തരത്തിലുള്ള മിസ്കോണ്ടക്റ്റ് നടക്കുന്നത് താരതമ്യേന കുറവാണ്. ഇപ്പോൾ ഒരു പോസ്റ്റർ തന്നെ നമ്മൾ ഒരു സർക്കാർ ഓഫീസിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ പറ്റില്ല, കീറിക്കളയും. അതേസമയം നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഒട്ടിക്കാം. അതേപോലെ തന്നെ ബോർഡുകളൊന്നും ഹൈവേയിൽ വെക്കാൻ പാടില്ല, അകത്ത് വയ്ക്കാം. ഇത് മുതൽ ഇങ്ങനെയുള്ള നിസ്സാരമെന്ന് പണ്ട് കരുതിയിരുന്ന കാര്യങ്ങൾ പോലും വളരെ കർശനമായ തരത്തിൽ നോക്കുന്ന ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലനിൽക്കുമ്പോൾ അറസ്റ്റ് എന്തിന്? മുഖ്യമന്ത്രിയുടെ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ അറസ്റ്റ് ഇല്ലാതെ തന്നെ മുഖ്യമന്ത്രി പേര് കേസെടുത്തൂടെ? ഈ കേസും അറസ്റ്റ്, ഇപ്പോൾ വക്കീൽ ഇതിലുണ്ടല്ലോ ഈ പാനലിൽ, കേസ് അറസ്റ്റ് ചെയ്യാതെ തന്നെ കേസെടുക്കാം, ഹാജരാവാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അവർക്ക് ഡ്രാമയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇന്നലെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നത് ഡ്രാമയാണ്. അപ്പോൾ രാത്രിയാകുമ്പോൾ പ്രതിഷേധം കുറയും, 4 മണിക്കാണെങ്കിൽ വൈകുന്നേരം വലിയ പ്രതിഷേധം ഉണ്ടാവും. അപ്പോൾ കൃത്യമായൊരു സമയം തിരഞ്ഞെടുക്കുക, അർദ്ധരാത്രി. അതാണ് കൃത്യമായിട്ട് പണ്ടത്തെ ഫാസിസ്റ്റുകളുടെ ആക്ഷനെ കുറിച്ച് പറയുന്നതാണല്ലോ, നോക്ക് ഇൻ ദ മിഡ് നൈറ്റ്, രാത്രി വന്ന് വാതിലിൽ മുട്ടുക. അപ്പം മിഡ് നൈറ്റ് നോക്സ് തുടങ്ങിയിരിക്കുന്നു. ആ തുടങ്ങിയിട്ടുള്ള ആരുടെ പേരില്ല? മുഖ്യമന്ത്രി ഓടിപ്പോകും ഏതെങ്കിലും രാജ്യത്തേക്ക്? ഇല്ലല്ലോ. അപ്പം മുഖ്യമന്ത്രിയെ രാത്രി പോയി പിടിക്കുക. അപ്പം അങ്ങനെ പിടിച്ചിട്ട് ആളുകളെ പേടിപ്പിക്കുക. മുഖ്യമന്ത്രിയെ പിടിക്കുമെങ്കിൽ നിങ്ങളെ പിടിക്കില്ലേ? ശരി, അതിൽ
അതിൽ വാർത്ത വന്നിരിക്കുന്നു ശ്രീ CP ജോൺ. ഇതുവരെ മണിക്കൂറുകൾ നീണ്ട വാദത്തിനൊടുവിൽ തീരുമാനം കോടതിയിൽ നിന്ന് വരികയാണ്. വിചാരണ കോടതി അരവിന്ദ് കെജ്രിവാളിനെ ED കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 6 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. 10 ദിവസമാണ് ED ആവശ്യപ്പെട്ടത്. പക്ഷേ 6 ദിവസത്തേക്ക് കെജ്രിവാളിനെ ED കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. കേജ്രിവാളിന് ജാമ്യമില്ല. അപ്പോൾ മനു അഭിഷേക് സിംഗ്വി അടക്കം 3 അഭിഭാഷകർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ വിചാരണ കോടതി തള്ളുകയായിരുന്നു. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, എന്താണ് കോടതി ഉത്തരവ്? ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ 28-ാം തീയതി വരെയാണ് ED കസ്റ്റഡി വിട്ടിരിക്കുന്നത്. 6 ദിവസത്തെ ED കസ്റ്റഡിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ 10 ദിവസമായിരുന്നു ഈ കേസിൽ ED കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് ED ഇതിൽ കോടതിയിൽ വാദം ഉന്നയിച്ചത്. എന്നാൽ അത്ര ദിവസം അംഗീകരിക്കാതെ 6 ദിവസത്തേക്ക് ED കസ്റ്റഡി ഇപ്പോൾ ദില്ലി റോസ് അവന്യൂ കോടതി തീരുമാനം എടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കേജ്രിവാളുമായി ED ആസ്ഥാനത്തേക്ക് വാഹനം പോകും. എന്താണെങ്കിലും കേജ്രിവാളിന് ജാമ്യമില്ല. കേജ്രിവാളിന് തൽക്കാലം പുറത്തേക്കുള്ള വഴികൾ അടഞ്ഞിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ. നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തെ ED കസ്റ്റഡി വിട്ടുകൊണ്ടുള്ള തീരുമാനം ദില്ലി റോസ് അവന്യൂ കോടതി എടുത്തിരിക്കുന്നു. ഇന്ന് ഏറെക്കുറെ 3 മണിക്കൂറിൽ നീണ്ട വാദങ്ങൾക്കൊടുവിലാണ് വാദങ്ങളും അതിനുശേഷം 3 മണിക്കൂർ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ വിധി ഉണ്ടായിരിക്കുന്നത്, ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. കേജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും കണ്ട തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, 6 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. കേജ്രിവാളിനെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യും, പിന്നീട് കവിതയ്ക്കൊപ്പം ചോദ്യം ചെയ്യും. ഇതൊക്കെയാണ് ED കോടതിയിലും പറഞ്ഞിരിക്കുന്നത്. 28 പേജ് വരുന്ന റിപ്പോർട്ടാണ് കോടതിയിൽ ED സമർപ്പിച്ചത്. അപ്പോൾ EDയുടെ വാദങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു വിചാരണ കോടതി എന്ന് വേണം മനസ്സിലാക്കാൻ. ലിജു, ഇപ്പോൾ ഇതിൽ അത്ഭുതമൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ED കസ്റ്റഡിയിലേക്ക് വിടുമെന്നുള്ള കാര്യം ഏതാണ്ട് സൂചന ആപ്പിനും ഉണ്ടായിരുന്നു. എന്താണ് ഈ വിഷയത്തിൽ ഇനി പ്രതിപക്ഷം മുന്നിൽ കാണുന്നത്? ആപ്പ് എന്ന പ്രധാനപ്പെട്ട പാർട്ടി ഡൽഹിയിലും അതോടൊപ്പം ഗോവയിലും പഞ്ചാബിലുമൊക്കെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിന്ന് നേട്ടമുണ്ടാക്കാമെന്ന് കരുതിയ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനെ അഴിക്കുള്ളിലാക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ എന്താണ്? ലിജു, കേൾക്കാമോ? ഈ മാസം 28 വരെയാണ് കേജ്രിവാളിനെ കസ്റ്റഡിയിൽ കൊടുത്തിരിക്കുന്നത്. ലിജു, പറഞ്ഞോളൂ. ഇതിനപ്പുറമൊന്നും തന്നെ ഇന്നിപ്പോ കോടതിയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത്തരത്തിലൊരു റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ റിമാൻഡിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി നിയമപരമായിട്ട് നേരിടാൻ ആഗ്രഹിക്കും. രാഹുൽ ഗാന്ധി തന്നെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിയമസംഘത്തിന്റെ സഹായം ശ്രീ അരവിന്ദ് കെജ്രിവാളിന് ലഭ്യമാണ്. അതോടൊപ്പം ശ്രീ അഭിഷേക് മനു സിംഗ്വിയാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി തെരുവിലുണ്ട്. കോൺഗ്രസ് രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് തീരുമാനമെടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു അരവിന്ദ് കെജ്രിവാളിന്റെ മാത്രം പ്രശ്നമല്ല. രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ രാജ്യത്തിന്റെ ജനാധിപത്യ പാരമ്പര്യങ്ങളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിലും ലെജിസ്ലേച്ചറിലും കൃത്യമായ അപഭ്രംശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എക്സിക്യൂട്ടീവ് ഏകദേശം വലിയ തോതിൽ ഇവരുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പം CBI ആയിക്കൊള്ളട്ടെ, ഇലക്ഷൻ കമ്മീഷനിൽ തന്നെയുള്ള അന്യായമായ സ്വാധീനങ്ങൾ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇത്തരം നടപടികൾ. ഇപ്പൊ രാജ്യത്തിന്റെ ഒരു ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഓർഗൻസ് എല്ലാം ജുഡീഷ്യറിയിൽ, ലെജിസ്ലേച്ചറിൽ, എക്സിക്യൂട്ടീവിൽ, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയാവുന്ന മാധ്യമങ്ങൾ, ഇവിടെ എല്ലാം തന്നെ കൃത്യമായ BJP സംഘപരിവാർ സ്വാധീനവും തെറ്റായ ഇടപെടലുകളുമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മാത്രമേ ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ സാധ്യമാവൂ. വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ പൊതുസമൂഹത്തെ കൂടുതൽ അവെയർ ആക്കുവാനുള്ള പ്രചരണ പരിപാടികൾ, അങ്ങനെ ഇന്ത്യ എന്നത് സംഘപരിവാർ അജണ്ടയ്ക്ക് മുമ്പിൽ കീഴടങ്ങാനുള്ളതല്ല എന്ന് ഞങ്ങൾ തെളിയിക്കണം. ശരി, അഴിക്കുള്ളിലാകുന്ന കേജ്രിവാളാണോ പുറത്തുള്ള കേജ്രിവാളിനേക്കാൾ ശക്തനെന്ന് ജനം തീരുമാനിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ശ്രീ PR ശിവശങ്കർ, കേജ്രിവാളിനെ 10 ദിവസത്തേക്കാണ് ED ചോദിച്ചത്. പക്ഷേ 6 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കേജ്രിവാൾ അകത്ത് കിടക്കണം എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമായിരുന്നില്ലേ? BJPക്ക് എങ്ങനെയാണ് അത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ സാധിക്കുക? ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പം മറ്റുള്ളവരുടെ വാദമുഖങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അകത്ത് കിടക്കുന്ന കേജ്രിവാളാണ് കൂടുതൽ ശക്തനെങ്കിൽ കേജ്രിവാളിന് നേരത്തെ 9 പ്രാവശ്യം EDയുടെ സമൻസ് കിട്ടിയപ്പോൾ നേരത്തെ പോയി അകത്ത് കിടന്ന് കൂടുതൽ ശക്തനാവായിരുന്നില്ലേ?
എനിക്ക് ശ്രീ CP ജോണൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഓടിപ്പോയി അറസ്റ്റ് ചെയ്തു വന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് 9 സമൻസ് കൊടുത്തിട്ട് അതിലൊന്നും പോകാതെ മറുപടി പോലും കൊടുക്കാതെ ഇരുന്ന ആളെ അവസാനം കോടതി പോലും ഹാജരായിക്കൂടെ ചോദിച്ചപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം അറിയില്ല എന്ന് പറയുമ്പോൾ വിഷമമുണ്ട്. എന്നാ വന്നേ? കഴിഞ്ഞ ഏപ്രിൽ ദേശീയ പദവി ലഭിച്ച ആഴ്ചകൾക്കുള്ളിൽ ദേശീയ പദവി ലഭിച്ച ആഴ്ചകൾക്കുള്ളിൽ ആദ്യ സമൻസ്. അല്ല, ഏതാ വർഷം? കഴിഞ്ഞ ഏപ്രിൽ എന്ന് പറഞ്ഞില്ലേ? ഏതാ വർഷം? കഴിഞ്ഞ ഏപ്രിൽ. ഏതാ ഡേറ്റ്? കഴിഞ്ഞ ഏപ്രിൽ. അതെ, 2023. ദേശീയ പദവി ലഭിച്ചതിന് തൊട്ട് പിന്നാലെ. ഒരു വർഷമായി. ഞാൻ സ്മൃതിക്ക് അല്ല, ദേശീയ പദവി കിട്ടിയോ എന്നുള്ളതും EDയുടെ കംപ്ലൈന്റ് ഉള്ളതിന് എന്താ ബന്ധം? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ CP അടക്കം പറയുന്നുണ്ടല്ലോ, ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പ്രതിപക്ഷ കക്ഷികളാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യില്ലേ? അത് പാടില്ല എന്നാണോ? ഒരു പ്രതിപക്ഷ കക്ഷി നേതാവ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് എന്ത് കുറ്റം ചെയ്താലും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഏതെങ്കിലും നിയമമുണ്ടോ? അത് 4 മണിക്ക് അറസ്റ്റ് ചെയ്തില്ല, 9 മണിക്ക് ചെയ്തു. 4 തൊട്ട് 9 മണി 5 മണിക്കൂർ വൈകിക്കഴിഞ്ഞാൽ പ്രതിഷേധ ശക്തി അലിഞ്ഞു പോകും, അല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ശക്തി ചോർന്നു പോകുന്ന ഒരു സംവിധാനമാണോ ആം ആദ്മി പാർട്ടി എന്ന് CMP പോലുള്ള അല്ലെങ്കിൽ NDAയുടെ സഖ്യകക്ഷി പറയുമ്പോൾ സത്യത്തിൽ അവരെ കളിയാക്കുകയല്ലേ? 5 മണിക്കൂർ കഴിഞ്ഞാൽ പ്രവർത്തകരുടെ ശക്തി മുഴുവൻ ലയിച്ചു പോവും, ഇല്ലാതായി പോവും എന്നൊക്കെ പറഞ്ഞ് ആം ആദ്മിയെ കൂടെ ഇന്ന് കളിയാക്കരുത് പ്രിയപ്പെട്ട CP ജോൺ. അവരങ്ങനെയൊന്നുമല്ല, അവർ പറഞ്ഞത് സുനാമി സംഭവിക്കുന്നൊക്കെയാണ്. ഞാൻ സുനാമിയൊന്നും കണ്ടില്ല. ഇവിടെ DYFIയും കോൺഗ്രസും ഒക്കെ നടത്തുന്ന ഒരു പ്രകടനങ്ങളല്ലാണ്ട് ഒന്നും കണ്ടുമില്ല. അതൊന്നുമല്ല പ്രശ്നം. ഇപ്പോൾ പുതിയ നോക്കൂ, ലിജു ജനങ്ങൾക്കിടയിലേക്ക് സംസാരിച്ചു ഒരു സാധാരണക്കാരനായ മുഖ്യമന്ത്രി, സാധാരണക്കാർക്കിടയിൽ സാധാരണക്കാർക്ക് വേണ്ടി നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ച ഒരു മുഖ്യമന്ത്രിയെ BJP ഭയക്കുന്നുണ്ടോ? അല്ല, ഏതായാലും സ്മൃതിക്ക് ഞാൻ സംസാരിക്കുമെങ്കിലും ശബ്ദം ഉയർന്നുണ്ടല്ലോ, സന്തോഷം. ഞാൻ നിശബ്ദ എന്തായാലും വല്ല മൂകയും ബധിരയുമാണോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു മുഖ്യമന്ത്രി പാവപ്പെട്ടവർക്കും അതുപോലെ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. ആ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നടപടി വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ പല കള്ളക്കടത്തുകാരും ഗുണ്ടകളും എല്ലാം തൊട്ടയലോക്കത്തെ ആൾക്കാർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ? അപ്പോൾ തങ്ങൾ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളോ ഭരണത്തിലെ മികവുകളോ അല്ല, കുറ്റം ചെയ്താൽ, നിയമപരമായി കുറ്റം ചെയ്താൽ അതിനെതിരെ നടപടി എടുക്കുക എന്നുള്ളത് ജനാധിപത്യ രാജ്യത്തിലെ നിയമമാണ്, വ്യവസ്ഥയാണ്. അതാണ് എന്താണ് പുതിയ തെളിവ്? നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന വാദങ്ങൾ തന്നെ വീണ്ടും ഉന്നയിക്കുകയാണ്. എന്താണ് പുതിയ തെളിവ്? ഈ കൈക്കൂലി വാങ്ങിയതിന് എന്ത് തെളിവാണ് കേജ്രിവാളിന്റെ പക്കൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്? ഈ മാപ്പുസാക്ഷി പറഞ്ഞതല്ലേ, മാപ്പുസാക്ഷിക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകാമല്ലോ എന്ന് താങ്കൾ വളരെ വളരെ ലളിതമായി പറഞ്ഞു. ആ ഇലക്ട്രൽ ബോണ്ട് നൽകിയത് കൊണ്ടാണ് മാപ്പുസാക്ഷിയായത്. അങ്ങനെ ഒരു തീരുമാനമുള്ളതുകൊണ്ടാണ് മാപ്പുസാക്ഷിയായത്. അല്ലെങ്കിൽ അയാളും പ്രതിയായേനെ. അങ്ങനെ പ്രതിയാക്കപ്പെടുന്നവർ എങ്ങനെയാണ് മാപ്പുസാക്ഷിയാകുന്നത്? ഏത് ഉറപ്പിന്മേലാണ്? അതാണ് വിഷയം. നിങ്ങൾക്ക് ഹിമന്ത ബിശ്വാസിനെതിരെ വലിയ അഴിമതി കണ്ടെത്താം, പക്ഷെ നടപടി എടുക്കാതിരിക്കാൻ നിങ്ങളുടെ പക്ഷത്തേക്ക് വന്നാൽ മതി. നിങ്ങളുടെ പക്ഷത്തേക്ക് വന്നാൽ ഒരു അഴിമതിയുമില്ല. അതാണ് അശോക് ചവാന്റെ കാര്യത്തിലും കണ്ടത്. കഴിഞ്ഞ ഞാൻ പറഞ്ഞോട്ടെ സ്മൃതി, ഇത് കോടതിയിലാണ് ഈ പ്രശ്നം. കോടതിയിൽ ഹേമന്ത് ബിശ്വാസ് ചവാൻ എന്ന് പറഞ്ഞാൽ കോടതി കേൾക്കില്ല. കോടതിക്ക് നിയമമാണ് അറിയേണ്ടത്. അവിടെ സ്മൃതിയേക്കാൾ നല്ല നിയമം അറിയുന്ന ആളുകളെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളുകളെ തന്നെയാണ് കൊണ്ടുപോയി വാദിച്ചത്. 5 ജഡ്ജ് അഡ്വക്കേറ്റുമാരുണ്ടായിരുന്നു, പാനൽ ഓഫ് 5. ചവാനും വേറൊരു 4 പേരടക്കം, സിംഗ്വി കൂടാണ്ട് 5 പേര് വാദിച്ചു. ഞങ്ങളുടെ ASDക്ക് വാദിക്കാൻ സമയം പോലും കൃത്യമായിട്ട് കിട്ടിയില്ല. എന്നിട്ടും കോടതി കൃത്യമായിട്ട് ജാമ്യം കൊടുത്തില്ല എന്ന് വെച്ചാൽ, സുപ്രീം കോടതി അത് തള്ളി എന്ന് വെച്ചാൽ, നിങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ നിയമപരമായി അത് നിലനിൽക്കുന്നു എന്ന് തന്നെ അർത്ഥം. അതല്ലാണ്ട് നമ്മൾ ഇവിടെ കിടന്നിട്ട് അത് കോടതി ബൂർഷാ കോടതിയാണ്, അത് സംഘപരിവാറിന്റെ അപഭ്രംശം, സംഘപരിവാർ ജുഡീഷ്യറിയിലും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിലും കടന്നു കയറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. നിയമം വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞത് ആണല്ലോ. അപ്പോൾ BJPക്കാണ് ഏറ്റവും കൂടുതൽ പണം കിട്ടിയെന്ന വിവരവും ആ രൂപത്തിലാണ് പുറത്തു വന്നത്. അത് തടഞ്ഞതോടുകൂടി കള്ളപ്പണം നല്ല കോടതിയല്ല, നിങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. കള്ളപ്പണം ഇനി പിടിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുമെന്ന് അമിത്ഷായാണ്. അത് അമിത്ഷായാണ് പറഞ്ഞത്. നിങ്ങളും കോടതി ഉത്തരവിനെ വിമർശിക്കുന്നുണ്ട്. തിരിച്ചെത്താം.
ശ്രീ ശിവദാസൻ, തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ കോടതിയും പറഞ്ഞല്ലോ എന്നുള്ളതാണ് ബി ജെ പിയുടെ. ഞാൻ പറഞ്ഞല്ലോ സമയക്കുറവുണ്ട്, നമുക്ക് ഒരുപാട് അതിഥികളുണ്ട്, എല്ലാവരുടെയും ശബ്ദം കേൾക്കണമല്ലോ. ശ്രീ പി ആർ ശിവശങ്കർ, സമയക്കുറവുണ്ട്, ചോദ്യങ്ങൾക്ക് മാത്രം കുറവില്ലല്ലോ, എന്നോട് മാത്രം, അതും പ്രത്യേകിച്ച് എന്നോട്. ശ്രീ ശിവദാസൻ കേൾക്കുന്നില്ല. സ്മൃതി കേട്ടതിന് പറയാം. ഇവിടെ ബി ജെ പി എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരെല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും വരുതിയിൽ നിർത്തുന്നതിന് വേണ്ടി തങ്ങളെ ആളുകളെ കുത്തി നിറക്കുകയാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നേരത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു നിയമന സമിതിയിൽ ഉണ്ടായിരുന്നത്. ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ടിപ്പോൾ അമിത്ഷായാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നാൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആരൊക്കെയാണെന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്നതിലേക്ക് മാറ്റി. ED, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളെയാണ് ഇവർ തലപ്പത്ത് വെക്കുന്നത്. എല്ലാ സമിതിയെയും ഇപ്പോൾ ഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ എങ്ങനെയുള്ള ആളാണെന്ന് ഞാൻ വിശദീകരിക്കണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഭൂതകാലവും മറ്റുമൊന്നും. ആ ലഫ്റ്റനൻറ്റ് ഗവർണറെ നിയമിച്ചതുപോലെ തന്നെ CBIയുടെ തലപ്പത്തുള്ള ആളുകൾക്ക് BJPയോട് ഓരം ചേർന്ന് നിന്നാൽ RSSന്റെ വിടുപണി ചെയ്തു കൊടുത്താൽ അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കാം എന്നുള്ളതാണ്, സർവീസ് നീട്ടിക്കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഞാൻ അങ്ങ് പറയുമ്പോൾ ഇടപെട്ടില്ല, ഞാൻ അങ്ങ് പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. പ്രിയപ്പെട്ട ശിവശങ്കർ, ഞാൻ പറഞ്ഞത് തെറ്റായ കാര്യമാണ്. അങ്ങൊന്ന് ആലോചിച്ച് നോക്കാം. അങ്ങയുടെ സമയത്ത് അങ്ങ് പറയൂ, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരുതിയിൽ നിർത്തുന്നതിന് വേണ്ടി, RSSന്റെയും BJPയിലെയും വരുതിയിലാക്കുന്നതിന് വേണ്ടിയല്ലേ ചീഫ് ജസ്റ്റിസിനെ നിയമനകാര്യ സമിതിയിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ അമിത്ഷായെ നിയമിച്ചത്? നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് കഴിഞ്ഞാൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആരൊക്കെയാണെന്ന് തീരുമാനിക്കാൻ പറ്റുന്നു. PM കെയർ ഫണ്ട് അത് ഓഡിറ്റ് ചെയ്യാൻ, ആ കണക്കൊന്ന് വെളിപ്പെടുത്താൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയാത്തത്? RSSും BJPയും തീരുമാനിക്കാത്തതുകൊണ്ടല്ലേ? കോടിക്കണക്കിന് രൂപ സമാഹരിച്ചില്ലേ PM കെയർ എന്ന് പറഞ്ഞിട്ട്? ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് അണാഭായ് പൈസ വിടാതെ കണക്ക് പ്രസിദ്ധീകരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഓഡിറ്റിനൊരു സംവിധാനമുണ്ട്. എന്തുകൊണ്ടാണ് PM കെയർ സംബന്ധിച്ച് ഓഡിറ്റ് ഇല്ലാത്തത്? ആ പണം ഞങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ചാണെങ്കിൽ അത് RSSും BJPയും അവരുടെ വിവിധ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. ആ പൊതു ഫണ്ട് RSSും BJPയും ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് എത്രമാത്രം തെറ്റായിട്ടുള്ള കാര്യമാണ്. സ്വകാര്യ സ്ഥാപനം എന്നാണ് വിശദീകരണം. പക്ഷേ അഡ്രസ് ഔദ്യോഗിക വെബ്സൈറ്റാണ്, പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വെബ്സൈറ്റാണ്. ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് സമാഹരണം നടത്തുമെന്നുള്ളതാണ് കാണുന്നത്. ഇന്ന് ചില പത്രങ്ങളിൽ ഒരു പരസ്യം വന്നിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ വലിയ മുഖമായിട്ട്. ആ മുഖമായിട്ട് പത്രം വന്നിട്ടുള്ള പരസ്യത്തിൻ്റെ അടിയിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ BJPയുടെ ഒന്നും പേര് ഡയറക്റ്റ് അല്ല, പക്ഷേ അതിൻ്റെ താഴെ SBIയുടെ പേരുണ്ട്, അതുപോലുള്ള ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പേര് കിടക്കുകയാണ്. നിങ്ങൾ ആലോചിക്കൂ, എന്തെല്ലാം വഴിവിട്ട നിലയിലാണ് RSSും BJPയും ഈ നിലയിൽ തിരഞ്ഞെടുപ്പിനെ, ജനവിധിയെ, കോഡ് ഓഫ് കോണ്ടാക്റ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. BJPക്കും RSSനും നിയമമൊന്നും ബാധകമല്ല, ഒരു നിയമവും ബാധകമല്ല. അവർ ഈ രാജ്യത്തിലെ എല്ലാ അധികാര സ്ഥാപനങ്ങളെയും പിടിച്ചെടുത്തിട്ട് എതിരാളികൾക്കെതിരായിട്ട് പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗപ്പെടുത്തുകയാണ്. സഞ്ജയ് സിംഗ് എത്ര മാസമായി ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്? അദ്ദേഹം എന്താ ഈ ഡൽഹിയിലെ നിങ്ങൾ ഈ പറയുന്ന ഈ കേസിനകത്ത് അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ്? അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം പോലും കൊടുത്തില്ല. ഒരു രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അവകാശങ്ങളിൽ ഒന്നാണിത്. അതാരാ കൊടുക്കാതിരുന്നത്? കോടതിയല്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞു വെക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? അദ്ദേഹത്തിനോടുള്ള അടങ്ങാത്ത വിദ്വേഷം. സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ പാർലമെന്റിൽ BJPക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. സിസോദിയ ഒരു വർഷത്തോളായിട്ട് ജയിലിൽ കിടക്കുകയല്ലേ? പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ ജയിലിൽ അടച്ചിരിക്കുന്നു. ഞാനൊന്ന് ആപ്പിന്റെ ഇപ്പോഴത്തെ പ്രതികരണത്തിലേക്ക് പറഞ്ഞോളൂ. അദ്ദേഹം പ്രബീർ പുർക്കായസ്ത ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന ആളും കൂടിയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലുള്ള ആളുകളെല്ലാം കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യല്ലേ ചെയ്തത്? അദ്ദേഹത്തെ മാത്രമാണോ? സായിബാബ ജയിലിൽ പിടിച്ചിട്ടില്ലേ? ശരിയാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ മനസ്സിൽ നിറഞ്ഞു സംവിധാനത്തെ ഉപയോഗിച്ച് ഒറ്റ കാര്യം കൂടി, പ്രിയപ്പെട്ട സ്മൃതി, ഒരു കാര്യം കൂടി. പക്ഷെ കോൺഗ്രസിന് ഇതിനകത്ത് ഇരട്ടത്താപ്പാണ്. ഡൽഹിയിലെത്തുമ്പോൾ പറയുന്നതല്ല, ഡൽഹിയിലെ നേതാക്കന്മാർ EDക്കെതിരായിട്ട് പറയും, കേരളത്തിലെത്തുമ്പോൾ കോൺഗ്രസിന്റെ വാക്കുകൾ വ്യത്യസ്തമാണ്.
കോൺഗ്രസ് അങ്ങനെയാണ് ഇരട്ടത്താപ്പുകളുടെ രാജാക്കന്മാർ. ശരി, ലിജു പറയട്ടെ. ആം ആദ്മി പാർട്ടിയോടുള്ള സമീപനത്തിലും കണ്ടത്. സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തപ്പോ എന്താ അവരെടുത്ത സമീപനം? കോൺഗ്രസ് മിണ്ടിയില്ല. ഇപ്പോൾ കോൺഗ്രസ് പ്രതികരിക്കുന്നുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ പ്രതികരിക്കുന്നു എന്ന് മാത്രമല്ല സഹായം വാഗ്ദാനം ചെയ്യുന്നു. മനു അഭിഷേക് സിംഗ്വിയാണ് വാദിക്കാനായി എത്തിയത് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾക്കും തിരിച്ചടിയായ ഒരു തീരുമാനം കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ടല്ലോ. ആദായ നികുതി വകുപ്പ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിനെതിരെ നൽകിയ ഹർജികൾ അത് ദില്ലി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരു ടിക്കറ്റ് എടുക്കാൻ, വിമാന ടിക്കറ്റ് പോകട്ടെ, ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലുമുള്ള പൈസ അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ജനാധിപത്യം ഫ്രീസ് ചെയ്തു എന്നാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. നിങ്ങൾ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും? രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയണം. ഒന്ന്, ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത് BJPയുടെയും നരേന്ദ്രമോദിയുടെയും നേതാക്കളോടുള്ള സമീപനത്തിലാണ്. ചിദംബരം 100 ദിവസം ജയിലിലായിരുന്നു. DK ശിവകുമാർ 100 ദിവസം ജയിലിലാണ്. നിരവധി കോൺഗ്രസ് നേതാക്കന്മാരെ ജയിലിൽ അടച്ചു. അവരെ ED ചോദ്യം ചെയ്തു, CBI ചോദ്യം ചെയ്തു. ഹേമന്ത് സോറൻ ജയിലിലാണ്. മനീഷ് സിസോഡി ജയിലിലാണ്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പൊ ജയിലിലാവാൻ പോകും. എന്താ പിണറായി വിജയനെ മാത്രം CBI ചോദ്യം ചെയ്യാത്തത്? 38 തവണ ലാവലിൻ 38 തവണ ലാവലിൻ കേസ് മാറ്റിവെച്ചു. ലൈഫ് അഴിമതി കേസിൽ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിൽ, സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ജയിലിൽ. 2021 മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ആരംഭിച്ചത്. ഇതുവരെ അതിലൊരു ട്രേസ് പോലും ഇല്ല. ഒരു തവണ പോലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ട് 100 കോടി രൂപ വാങ്ങിയതിൽ അഴിമതി ആരോപണം പോലും ഒരു തവണ ഒരു സമൻസ് പോലും അയക്കപ്പെട്ടിട്ടില്ല. അപ്പോ ഇരട്ടത്താപ്പ് എന്നത് പിണറായി വിജയനോടുള്ള സമീപനത്തിലാണ്. ഈ രാജ്യത്തെ ഏറ്റവും BJPയുടെയും RSSന്റെയും വിശ്വസ്ത സ്ഥാപനം നടക്കുന്നത് കേരളത്തിലാണ്. അത് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ്. ഇവിടെ ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു കാര്യം ഉണ്ടായപ്പോ ഞങ്ങൾ നിയമസഹായം കോൺഗ്രസ് ദേശീയ നേതൃത്വം വാഗ്ദാനം ചെയ്തു. എനിക്ക് 100% ഉറപ്പുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് ഒരു ആക്ഷൻ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സംഘപരിവാർ രാജ്യം ഭരിക്കുന്നിടത്തോളം കാലം പിണറായി വിജയനെതിരെ ഒരു ചെറുവിരൽ പോലും അടക്കപ്പെടില്ല. പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഉള്ള കേസുകൾ ഉണ്ടായാൽ അത് ഞങ്ങൾ നിയമസഹായം വാഗ്ദാനേണ്ട കാര്യമില്ല. കാരണം അത് കൃത്യമായി അദ്ദേഹം ഈ വിഷയങ്ങൾ കുറ്റവാളിയാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ കോടതികളുടെ അപഭ്രംശത്തെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ സംസാരിച്ചത് സത്യമാണെന്ന് ആർക്കറിയാം. നേരത്തെ റിട്ടയർ ചെയ്യുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാജ്യസഭാംഗമായിരുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. പോസ്റ്റ് റിട്ടയർമെന്റ് പോസ്റ്റിംഗ്സ് ഓഫ് ജഡ്ജസ് എന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാവും. അപ്പൊ സുപ്രധാന കേസുകളിൽ വിധി പറയുന്ന ജഡ്ജിമാര് ഗവർണർമാരാകും. അപ്പൊ സ്വാഭാവികമായിട്ടും കോടതികൾ ഇപ്പോഴും അവസാനത്തെ ഒരു പ്രതീക്ഷയുടെ തരി അവശേഷിക്കുന്നത് സുപ്രീം കോടതിയിൽ മാത്രമാണ്. ഗുജറാത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ അപകീർത്തി കേസ് നമ്മൾ കണ്ടതല്ലേ. ലോവർ കോർട്ട് രക്ഷയില്ല, ഹൈക്കോടതിയിൽ രക്ഷയില്ല. അപ്പൊ ഹൈക്കോടതി ജഡ്ജിമാരുടെ സമീപകാലത്തെ അപ്പോയിന്റ്മെന്റുകൾ ശ്രദ്ധിച്ച് മഹിളാ കോൺഗ്രസിന്റെ മഹിളാ മോർച്ചയുടെ നേതാക്കന്മാർ വരെ ഹൈക്കോടതി ജഡ്ജിമാരാകുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഇന്ത്യ കടന്നു പോവുകയാണ്. ഒരു കുറച്ചു കാലം കഴിഞ്ഞ ഒരു ടൈം കൂടി ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സ്ഥിതി ഉണ്ടാവുന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് ഇപ്പോഴും പ്രതീക്ഷ എന്താ? കോൺഗ്രസ് സുപ്രീം കോടതിയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ട് ഫേസ് ചെയ്യുക, അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഫേസ് ചെയ്യാൻ എന്ത് തരം ജനാധിപത്യമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്? യഥാർത്ഥത്തിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് രാജ്യം തയ്യാറെടുക്കേണ്ട സമയമായി. ജനാധിപത്യം ഈ രാജ്യത്തിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ജനത ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ട് പ്രതികരിക്കേണ്ടി വരും. അതിന്റെ സ്വാധീനം അത് എല്ലാ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്കും ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും മീഡിയയിലും സ്വാധീനം ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഫാസിസ്റ്റുകളും വ്യത്യസ്തമല്ല, ഒരു സംശയവും വേണ്ട. ശരി, മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇനി ആപ്പിനെ സംബന്ധിച്ച്, കേജ്രിവാളിനെ സംബന്ധിച്ച് നിയമപരമായ സാധ്യതകൾ എന്തൊക്കെയാണ്? അത് അവർക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ പോകാം, സുപ്രീം കോടതിയിലേക്ക് വരുന്നതിന് അവസരമുണ്ട്. ഇവിടെ നേരത്തെ ജുഡീഷ്യറിയുടെ അപചയത്തെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ. സുപ്രീം കോടതിയുടെ ഒരു വിധി, 3-അംഗ ബെഞ്ചിന്റെ വിധി വിജയ് മദൻലാൽ കേസിൽ സെക്ഷൻ 45(1) PMLA കേസിൽ പറയുന്നത്, സാധാരണഗതിയിൽ ഇതുവരെ നമ്മുടെ സുപ്രീം കോടതിയും ബാക്കി കോടതികളും ഫോളോ ചെയ്തിരുന്ന ഒരു പ്രിൻസിപ്പിൾ, ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ എന്നുള്ളതായിരുന്നു. അതിന് വിരുദ്ധമായിട്ട് നിയമത്തിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. PMLA കേസുകൾ വരുമ്പോൾ 2 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബെയിൽ കൊടുക്കാൻ കഴിയൂ. ഒന്ന്, പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ജാമ്യത്തെ എതിർക്കാൻ ഒരു അവസരം കൊടുക്കുക. രണ്ടാമത്, ജാമ്യത്തെ എതിർത്ത് വാദിക്കുകയാണെങ്കിൽ ആ ജഡ്ജിക്ക് ഒരു വിധിയിൽ രേഖപ്പെടുത്തേണ്ടി വരും, പ്രൈമാ ഫേസി
കേസ് ഇല്ല, ഗിൽറ്റി അല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് രേഖപ്പെടുത്തിയാൽ മാത്രമേ ബെയിൽ കൊടുക്കാൻ കഴിയൂ എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഇത് സുപ്രീം കോടതി വിജയ് മദൻലാൽ കേസിൽ 3 അംഗ ബെഞ്ച് അത് അപ്ഹോൾഡ് ചെയ്തു. അതുകൊണ്ടാണ് താഴത്തെ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വന്നത്. ഇത് പ്രതീക്ഷിച്ചതാണ്. ഇപ്പോൾ ആ ഒരു വിധിയുടെ ആ ഒരു ഭാഗം ഇപ്പോൾ വീണ്ടും പുനഃപരിശോധിക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ. പിന്നെ കോടതികളെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് തമിഴ്നാട്ടില് പൊന്മുടി ഒരു മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സുപ്രീം കോടതി ഗവർണർ RN രവിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തത് കൊണ്ടാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ അവർ ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഡയറക്ട്ലി അവരുടെ കീഴിലല്ലാത്ത ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അപ്പോയിന്റ്മെന്റ് പ്രോസസ്സ്, സുപ്രീം കോടതി വിധിയെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് പ്രോസസ്സ് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് പറഞ്ഞു. BJP പ്രതിനിധി എനിക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞതുകൊണ്ട് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ ഓരോ വ്യക്തിക്കും അനീതി കാണുമ്പോൾ പ്രതികരിക്കാനോ നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഇപ്പോഴുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ ഈ ദേശസ്നേഹികളുടെ ഒരേ ഒരു പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ഫണ്ട് കിട്ടിയ പാർട്ടി, അധികാരത്തിലിരിക്കുന്ന പാർട്ടി മാത്രം കറപ്ഷൻ ഒന്നുമില്ല, ബാക്കി ഓപ്പോസിഷൻ പാർട്ടികൾ മുഴുവൻ കറപ്റ്റ് ആണ് എന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ് BJP ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ മാത്രമല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ 335 കോടി കോൺഗ്രസിന്റെ, അത് വളരെ പഴയ ഇൻകം ടാക്സിനകത്തുണ്ടായിരുന്ന കുറവുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് പിടിച്ച് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും നാഷണൽ ഓപ്പോസിഷൻ പാർട്ടിക്ക് പണമില്ല എന്നാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇന്നൊരു അക്കാഡമിഷ്യൻ പ്രതാപ് ഭാനു മേത്ത പറഞ്ഞിരിക്കുന്നതും ഇതുപോലെ തന്നെ ഷ്രിങ്കിങ് ആണ്, ഡെമോക്രസി കുറഞ്ഞു വരികയാണ്. നേരത്തെ CP ജോൺ ചൂണ്ടിക്കാണിച്ചതുപോലെ പാകിസ്ഥാനിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ചൈനയിലും പേരിന് ഡെമോക്രസി എന്ന് പറയും, 1 പാർട്ടി റൂളാണ്. അതുപോലെ ഇന്ത്യയും അതേ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ കാണുന്ന ഒരാൾക്ക്. പുറമേ നിന്നും അകത്തിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇപ്പൊ പ്രത്യക്ഷമായിട്ട് തോന്നുന്ന രീതിയിലായിട്ടുണ്ട്. ഓരോ ഗവൺമെന്റിന്റെ ഓരോ നടപടികളും ആ രീതിയിലാണ്. ശരി, ഞാൻ ആപ്പിന്റെ പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ പത്മനാഭൻ ഭാസ്കരൻ, ഇപ്പോൾ കേജ്രിവാൾ ജയിലിൽ നിന്ന് ഭരിക്കും എന്നുള്ളതാണ് ആപ്പിന്റെ ഇന്നലത്തെ ആദ്യത്തെ പ്രതികരണം. അങ്ങനെയായിരുന്നു. പക്ഷേ നിയമപരമായി അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെ നിയമ വിദഗ്ധർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഇനി ഏത് മുഖമാണുള്ളത്? പ്രധാനപ്പെട്ട മുഖങ്ങളെയൊക്കെ ജയിലടയ്ക്കുകയാണ്. അല്ല, തീർച്ചയായും ഇവിടെ ലെഗസി എന്ന് പറഞ്ഞൊരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മനീഷ് സിസോഡിയ പോയപ്പോ വേറെ ആര് എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ തന്നെ അതിഷി അങ്ങോട്ട് വന്നു, സൗരവ് ഭരദ്വാജ് വന്നു. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ രാഘവ് ചദ്ദ, അങ്ങനെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷെ എനിക്ക് അതിനു മുമ്പ് എനിക്കൊരു സമയം കഴിഞ്ഞു പോകുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചു മുമ്പ് തന്നെ കൈ കാണിച്ചിരുന്നു. 2-3 തെറ്റായ കാര്യങ്ങൾ ഇവിടെ BJPയുടെ പ്രതിനിധി ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ED സമൻസ് വന്നപ്പോൾ നമ്മൾ തിരിച്ച് 9 സമൻസ് വന്നു. ഈ 9 സമൻസിന് നമ്മൾ തിരിച്ച് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ സമൻസ് തൊട്ട് നമ്മൾ മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് കപ്പാസിറ്റിയിലാണ് നമ്മളോട് ഈ ചോദ്യം ചോദിക്കാൻ വിളിക്കുന്നത് എന്ന് മെൻഷൻ ചെയ്യാൻ, നിങ്ങളുടെ സമൻസിൽ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്കത് കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇനി അതിനു പുറമെ അദ്ദേഹം താങ്കളോട് തുടർച്ചയായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നോട് മാത്രമാണോ ഇത്ര ചോദ്യം ചോദിക്കുന്നതെന്ന്. എനിക്ക് വളരെ സഹതാപം തോന്നി അദ്ദേഹത്തിനോട്. കാരണം ഇത് ഇന്ന് മൃതിയും ഇവിടെ കൂടിയ നമ്മുടെ ഈ പാനലിലുള്ള ആൾക്കാരും മാത്രം ചോദിക്കുന്ന ചോദ്യമല്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു കീഴ്വഴക്കുണ്ട്, ജനാധിപത്യ സംവിധാനത്തിന് ഒരു കീഴ്വഴക്കുണ്ട്. അത് ഇന്ദിരാഗാന്ധി തൊട്ട് ഇങ്ങോട്ട് എടുത്താല് ജയലളിത ആവട്ടെ, അല്ലെങ്കിൽ അതിനുശേഷം എന്താ പറയുക കരുണാനിധി ആവട്ടെ, ഇവരൊക്കെ വേട്ടയാടപ്പെട്ടപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ 140 കോടി ജനങ്ങളാണ് അതിന് മറുപടി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് തെരുവിലും ചോദ്യം നേരിടേണ്ടി വരും. ഈ 140 കോടി ജനങ്ങൾ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ നിസ്സഹായരായി നിന്ന് അയ്യോ എന്നോട് എന്തിനാ ചോദിക്കുന്നത്, ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത് എന്ന് ചോദിക്കരുത്. ദയവ് ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, ശ്രീ PR ശിവശങ്കരൻ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനിയും പ്രതിപക്ഷ നിരയിൽ നിന്ന് കൂടുതൽ അറസ്റ്റുകൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ, ആശങ്കപ്പെടേണ്ടതുണ്ടോ? അല്ല, അതിലും ഇനിയിപ്പോൾ കേരളത്തിന് തഴയപ്പെട്ടു എന്ന് പറഞ്ഞ് കരയരുത്. 1. 2, കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഇതേപോലെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും അതുപോലെ കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതാക്കളും നിയമസഹായം നൽകിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ടും വന്നേക്കരുത്. അതല്ലെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് മാത്രമേ ഞാൻ ആ കാര്യത്തിലേക്ക് ചോദിക്കുന്നുള്ളൂ. 2, ഞാൻ ഇവിടുത്തെ സംസ്ഥാനത്തെ ആം ആദ്മി നേതാവിനെ ആയാലും ആം ആദ്മി കുപ്പായമിട്ട ഇവിടുത്തെ നിയമജ്ഞനെ ആയാലും ഞാൻ ആരെയും പരിഹസിച്ചല്ല, മറിച്ച്
ഇവിടെ ഒരു ജനാധിപത്യം ഉണ്ടെങ്കിൽ ഇത്തരം ഈ ഫ്ലോറിൽ ഈ ചാനൽ ചർച്ചയിലെ ജനാധിപത്യം അത് എനിക്ക് ഒരു പ്രത്യേക BJP എന്നുള്ള ഒരു പാർട്ടിക്ക് മാത്രം ഒരു സമയം കൊടുക്കുകയും ചോദ്യങ്ങൾ അനേകം ചോദിക്കുകയും ചോദ്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ എൻ്റെ ഉത്തരങ്ങൾക്കിടയിൽ വീണ്ടും ചോദിക്കുന്നതിനാണ് ഞാൻ ചോദ്യം ചെയ്തത്. അല്ലാതെ ജനാധിപത്യത്തിൽ ഉയരുന്ന ചോദ്യങ്ങളോടല്ല BJPക്ക് എതിർപ്പ്. BJPയും രാഷ്ട്രീയമായി ഈ 140 കോടി ജനങ്ങളിലെ വോട്ട് മേടിച്ച് തന്നെയാണ് വന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലെയും തീർച്ചയായിട്ടും ജനാധിപത്യപരമായി നേരിട്ട് തന്നെ BJP അധികാരത്തിൽ വരും. വന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ നിങ്ങൾ ചോദ്യം ചെയ്താണല്ലോ 10 മണിക്കൂർ നിരന്തരം ചോദിച്ചപ്പോൾ ഞങ്ങൾ തെരുവിൽ നേരിടുകയല്ല ചെയ്തത്, മറിച്ച് ജനങ്ങൾക്ക് അന്നത്തെ കോടതിക്കും അന്നത്തെ പോലീസിനും അന്നത്തെ SITക്കും വേണ്ട ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് ജനങ്ങളുടെ മുൻപിൽ നീതിപൂർവ്വം നിന്ന ഒരു മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദി 2010. അതാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അല്ലാണ്ട് ജനങ്ങളെ ഉത്തരം പറയുക, കോടതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ല. നിയമത്തിന്റെ മുന്നിൽ നിയമപരമായി ആ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിയമത്തിന്റെ മര്യാദ സ്വീകരിച്ചുകൊണ്ട് നിയമത്തിന്റെ മര്യാദ ഇത് ആർക്കൊക്കെ ബാധകമാണ് എന്ന് രാജ്യം കാണുന്നുണ്ട്. ശ്രീ PR ശിവശങ്കർ, ഏതായാലും പ്രതിപക്ഷം തെരുവിലാണ്. ഈ സമരം പ്രതിഷേധം ഏത് രൂപത്തിലേക്ക് പോകും? BJPയുടെ മുന്നിൽ അല്ലെങ്കിൽ BJPയുടെ ആയുധമായിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ആയുധമായിരിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി മീറ്റ് ദ എഡിറ്റേഴ്സ്. Debate with Smriti Parithikad.